ഹായ് ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഒരു ബണ്ണിൻ്റെ റെസിപ്പി അല്ല കേട്ടോ, ബൺ കൊണ്ട് ഉണ്ടാക്കുന്ന റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ബണ്ണിൻ്റെ ഉള്ളിൽ എന്ത് കാണിക്കാനാണ്, ബണ്ണ് എന്ത് ചെയ്യാനാണെന്നുള്ളത്. ബണ്ണിൻ്റെ ഉള്ളിൽ നമ്മളൊരു മുട്ട നിറച്ച് വെച്ചിട്ടുണ്ട്. ബണ്ണിൻ്റെ ഉള്ളിൽ എങ്ങനെയാണ് മുട്ട നിറയ്ക്കാമെന്ന് അറിയുന്നതെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ കണ്ടോളൂ. വളരെ എളുപ്പമാണ്, വളരെ ഒരു 10 മിനിറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റിയൊരു സ്നാക്കാണ് കേട്ടോ ഇത്. എല്ലാവർക്കും കഴിക്കാം. എന്താണെന്ന് വെച്ചാൽ ഒരുപാട് എണ്ണയൊന്നുമില്ല, അധികം മസാലകളില്ല, കുട്ടികൾക്കും കൊടുക്കാൻ പറ്റിയ റെസിപ്പിയാണ്. അപ്പോൾ ബണ്ണൊക്കെ ഇഷ്ടപ്പെടുന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ ഇതുപോലൊരു സ്നാക്ക് നിങ്ങൾ റെഡിയാക്കി നോക്കൂ, നന്നായിട്ട് ഇഷ്ടപ്പെടും. പിന്നെ ഇഫ്താറിന് സ്പെഷ്യലായിട്ടൊരു സ്നാക്ക് ഉണ്ടാക്കണം, അധികം സമയമില്ലാന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ സ്നാക്കൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കൂ, വേഗം തന്നെ തയ്യാറാക്കാം. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഈ ബൺ നിറച്ചത് തയ്യാറാക്കുന്നത് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ 2 ബൺ എടുത്തിട്ടുണ്ട്. അതിലേക്കായിട്ട് ഞാനിപ്പോൾ 2 മുട്ട വേവിച്ചത് എടുത്തിട്ടുണ്ട്, 1 മുട്ട വേവിക്കാത്തതും വേണം കേട്ടോ, അതിപ്പോൾ എടുത്ത് വെച്ചിട്ടില്ല. പിന്നെ ഒരു ചെറിയ സവോള എടുത്തിട്ടുണ്ട്, 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്, കുറച്ച് മല്ലിയിലയും കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് പൊടികളൊക്കെയാണ്, അത് നമുക്ക് പിന്നീട് ചേർക്കാം. ആദ്യം നമുക്ക് ഈ സവോള ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്യണം, പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്യണം. നിങ്ങൾ കുട്ടികൾക്ക് കൊടുക്കാനാണെങ്കിൽ പച്ചമുളക് ഒഴിവാക്കിയിട്ട് കുരുമുളക് പൊടി മാത്രം ചേർത്തിട്ട് ഉണ്ടാക്കുക. അപ്പോൾ ഇത് രണ്ടും കട്ട് ചെയ്തിട്ട് നമുക്കൊരു മസാല ഉണ്ടാക്കണം, അതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ നമ്മുടെ ഉള്ളിയും പച്ചമുളകും അതുപോലെ തന്നെ നമ്മുടെ മല്ലിയിലയും എല്ലാം നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. മാക്സിമം ചെറുതാക്കി കട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ മസാല റെഡിയാക്കാം. ഞാനിപ്പോൾ പാനിലേക്ക് വളരെ ചെറിയൊരളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണയിലോ സൺഫ്ലവർ ഓയിലോ ചെയ്യാം, ഞാനിപ്പോൾ വെളിച്ചെണ്ണ ചേർത്തിരിക്കുന്നു എന്നേ ഉള്ളൂ. ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവോളയും അതുപോലെ തന്നെ പച്ചമുളകും ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ചേർക്കുന്നത് നമ്മുടെ കറിവേപ്പിലയാണ്. കറിവേപ്പില ഒന്ന് ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് മുറിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് ഉപ്പ്, ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട്. ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. സവോളയുടെ കളർ മാറണ്ട, സവോള ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയി വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇതിലേക്ക് നമുക്കിനി മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് വഴറ്റിയെടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. അതുപോലെ തന്നെ നിങ്ങൾക്ക് ചിക്കൻ മസാലയുടെ ഫ്ലേവറാണ് താല്പര്യമെങ്കിൽ ഈ ഒരു മസാലയിലേക്ക് ചിക്കൻ മസാല ചേർത്താൽ മതി കേട്ടോ. ഞാനിതിൽ ഗരം മസാലയാണ് ചേർക്കുന്നത്. അത് നമുക്ക് ഇഷ്ടമുള്ള മസാല, മീറ്റ് മസാല ആണെങ്കിൽ മീറ്റ് മസാല, അല്ലെങ്കിൽ ചിക്കൻ മസാല, അല്ലെങ്കിൽ ഗരം മസാല, ഏതെങ്കിലും ഒരു മസാല ചേർത്ത് കൊടുക്കാം. പിന്നെ ചിക്കനോ ബീഫോ ഈ ഒരു മുട്ടയ്ക്ക് പകരമായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ചെറിയ ക്യൂബ്സ് ആയിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് വേവിച്ചതിന് ശേഷം ഒന്ന് കോൺഫ്ലവറും ഉപ്പും കുരുമുളക് പൊടിയും എല്ലാം ചേർത്തിട്ട് ഒന്ന് മാരിനേറ്റ് ചെയ്ത് ഫ്രൈ ചെയ്തെടുക്കുക. അതിന് ശേഷം നമുക്ക് ഫില്ല് ചെയ്യാവുന്നതാണ്. അത് കുറേ സമയം എടുക്കും, അതുകൊണ്ടാണ് ഞാനിപ്പോൾ എളുപ്പത്തിൽ മുട്ടയിലുള്ളത് കാണിച്ചു തരുന്നത്. അപ്പോൾ നമ്മുടെ മഞ്ഞൾപ്പൊടി കുക്കാവുമ്പോൾ നമ്മുടെ സവോളയും കുക്കായിട്ടുണ്ടാവും. അത്രയും കുക്കിംഗ് ടൈം മതി കേട്ടോ, അതിൽ കൂടുതൽ വേണ്ട. ഇനി നമുക്കിതിലേക്ക് ബാക്കിയുള്ള പൊടികൾ ചേർക്കാം. ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, നമ്മുടെ മുട്ടയ്ക്കും കൂടി കണക്കാക്കിയിട്ടാണ് നമ്മൾ 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർക്കുന്നത്. പിന്നെ എണ്ണ അധികം ആവാതെ സൂക്ഷിക്കണം. നമ്മുടെ ബണ്ണിൻ്റെ ഉള്ളിൽ നിന്ന് ഫില്ല് ചെയ്ത് വരുമ്പോൾ അത് എണ്ണ ഉണ്ടെങ്കിൽ എണ്ണ ഒഴുകി പുറത്തേക്ക് വരും, അതുകൊണ്ട് നമ്മൾ എണ്ണ അധികം ചേർക്കാതെ സൂക്ഷിക്കുക. പിന്നെ നമ്മൾ ചേർക്കുന്നത് കുരുമുളക് പൊടിയാണ്, ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇതെല്ലാം ചേർത്ത് ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് ആ കുരുമുളക് പൊടിയുടെയും റോ ടേസ്റ്റ് ഒന്ന് മാറി വരുമ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മല്ലിയില ചേർത്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ കേട്ടോ, ഫില്ലിങ്ങിൻ്റെ പരിപാടി കഴിഞ്ഞു. അപ്പോൾ ഈ ഫില്ലിങ് റെഡിയാക്കി വെച്ച് കഴിഞ്ഞിട്ട് നമുക്കിനി വേറെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഞാൻ ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് വയ്ക്കട്ടെ. ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക, എരിവ് കുറവാണെങ്കിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ പച്ചമുളകും കുരുമുളക് പൊടിയും എല്ലാം ചേർന്ന് നല്ല എരിവുണ്ടാവും, അതുകൊണ്ട് തന്നെ എരിവ് കുറവിൻ്റെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമുക്കിനി നമ്മുടെ ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം. അപ്പോൾ നമ്മൾ നമ്മുടെ ഫില്ലിങ് റെഡിയാക്കി വയ്ക്കാനായിട്ട് ബൺ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ എങ്ങനെയാണ് ബൺ കട്ട് ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ അടിയിലൊരു ഹോൾ ഉണ്ടാക്കിയിട്ടത് കണ്ടോ, അടിയിലൊരു പീസ് കട്ട് ചെയ്തെടുത്തു. ഇത് ഇവിടെ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തു. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു ഹോളായിട്ട് കിട്ടി, അവിടെ നമുക്ക് ഫില്ലിങ് വയ്ക്കാം. അപ്പോൾ ആദ്യം നമ്മുടെ ഈ ഒരു മസാല ഉണ്ടല്ലോ അത് ചെറിയൊരളവിൽ ഇട്ട് കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് മുട്ട പകുതി മതി എന്നുണ്ടെങ്കിൽ പകുതി ആക്കിയിട്ട് വെച്ച് കൊടുക്കാം, മുഴുവൻ വേണമെന്നുണ്ടെങ്കിൽ മുഴുവനെ വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ മുഴുവനെയാണ് വയ്ക്കുന്നത്. ഒന്ന് പ്രസ് ചെയ്തിട്ട് വയ്ക്കുക, ഇല്ലെങ്കിൽ മുട്ട ചേർത്ത് മസാല ഉണ്ടാക്കിയിട്ട് അങ്ങനെയും വയ്ക്കാം കേട്ടോ. ഇനി ചെറിയൊരളവിൽ മസാല ഈ സൈഡിലൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക.
ഇനി നമ്മളിത് ഈ ഒരു പീസ് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ഇത്തിരി പ്രസ് ചെയ്ത് അടയ്ക്കുക. അതിനുശേഷം നമ്മളിനി വേറൊരു കാര്യവും കൂടി ചെയ്യും. അപ്പോൾ അത് നല്ല സേഫായിട്ടിരുന്നോളും. ഇപ്പോൾ ഇങ്ങനെ ഇരിക്കട്ടെ. ഇതുപോലെ തന്നെ നമുക്ക് അടുത്തതും ഫില്ല് ചെയ്തെടുക്കാം. ഫസ്റ്റിലെ തന്നെ കുറച്ച് മസാല. അപ്പോൾ നമ്മൾ ചിക്കനോ ബീഫോ ഒക്കെ ആണെങ്കിൽ ഫില്ല് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവൽ വരെ ഫില്ല് ചെയ്തെടുക്കുക. അത്രയേ ഉള്ളൂ. മുട്ട തന്നെ വെക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. ഇനി നമുക്ക് മുട്ട വെച്ച് കൊടുക്കാം. മുട്ട വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്യുക. വീണ്ടും നമ്മുടെ മസാല. ഈ സൈഡൊന്ന് ഫില്ലായി കിട്ടണം, ഗ്യാപ്പ് ഉണ്ടാവരുത്. അതുപോലെ ഒന്ന് പ്രസ് ചെയ്തിട്ട് നമുക്ക് വീണ്ടും ഇതും അടച്ചു വയ്ക്കാം. ഇനി നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പാത്രത്തിൽ ഒരു മുട്ടയൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ ഒരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. ഈ പ്ലേറ്റിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കാൻ പോവാണ്. ഒരു മുട്ട മതി കേട്ടോ. നമ്മൾ 2 ബ്രെഡ് എടുക്കുമ്പോൾ ഒരു മുട്ട തന്നെ ധാരാളമാണ്. ഇതിലേക്ക് കുറച്ച് ഉപ്പും കുരുമുളക് പൊടിയും ചേർക്കുക. ഈ മുട്ടയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കുരുമുളക് പൊടിയും ചേർക്കുക. ഒരു പിഞ്ച് ഉപ്പ്, ഒരു 2 പിഞ്ച് കുരുമുളക് പൊടി. ഇനിയിപ്പോൾ നമ്മളൊരു പാൻ ചൂടാക്കി വയ്ക്കുക. പാനിൽ ബട്ടർ അപ്ലൈ ചെയ്യാം, നെയ്യ് അപ്ലൈ ചെയ്യാം, ഓയിൽ അപ്ലൈ ചെയ്യാം, ഏത് വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. ഞാനിപ്പോൾ ഓയിലാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അപ്ലൈ ചെയ്യാം കേട്ടോ. ഇനി മുട്ടയൊന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. സാധാരണ നമ്മൾ മുട്ട ബീറ്റ് ചെയ്യുന്ന പോലെ ഇതുപോലെ പരന്ന പാത്രം എടുക്കുകയാണ് നല്ലത്. എന്താണെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ ബണ്ണാണല്ലോ ഡിപ്പ് ചെയ്യാനുള്ളത്. അപ്പോൾ കുറച്ച് പരന്ന പാത്രമാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും. കുഴിവുള്ള പാത്രത്തേക്കാൾ പരന്ന പാത്രമാണ് ഇതിന് നല്ലത്. പിന്നെ നിങ്ങൾക്ക് ബണ്ണിൻ്റെ ടോപ്പും ബോട്ടവും ഒരുമിച്ച് കവർ ചെയ്യണം എന്നുണ്ടെങ്കിൽ കവർ ചെയ്യാം. ഞാനിപ്പോൾ ബണ്ണിൻ്റെ ബോട്ടം മാത്രമേ കവർ ചെയ്യുന്നുള്ളൂ, ടോപ്പ് കവർ ചെയ്യുന്നില്ല. ടോപ്പ് കവർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ടോപ്പിൻ്റെ ഭംഗിയൊക്കെ പോവും. അപ്പോൾ നമുക്ക് 2 സൈഡും കവർ ചെയ്യണമെങ്കിൽ 2 സൈഡും കവർ ചെയ്യാം. ഇനിയിപ്പോൾ പാൻ ചൂടാവട്ടെ. ഞാൻ അതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ കാണിക്കാം. ഞാനിപ്പോൾ വീണ്ടും കുറച്ച് ഓയിൽ നമ്മുടെ പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മുട്ടയൊന്ന് കുക്കായി കിട്ടണമല്ലോ, അതിനുള്ള ഓയിൽ വേണം. അപ്പോൾ ഒരു സമയത്ത് വലിയ പാനാണെങ്കിൽ 2 ബണ്ണ് ഒരുമിച്ച് വയ്ക്കാം. ചെറിയ പാനാണെങ്കിൽ 1 ബണ്ണേ വയ്ക്കാൻ പാടുള്ളൂ കേട്ടോ. നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയാണത്. നമ്മളിനിയിപ്പോൾ ബൺ ഇതുപോലെ അടി കൂട്ടി പിടിച്ചെടുക്കുക. അതിനുശേഷം നന്നായിട്ടൊന്ന് ഈ മുട്ടയിൽ ഡിപ്പ് ചെയ്തെടുക്കുക. അടിഭാഗം മുഴുവൻ മുട്ടയിൽ ഡിപ്പാവുന്ന രീതിയിൽ മുക്കിയെടുത്തതിന് ശേഷം നമ്മുടെ ഈ ഒരു പാനിലേക്ക് വെച്ച് കൊടുക്കുക. അപ്പോൾ ഒന്ന് പ്രസ് ചെയ്ത് പിടിക്കുന്നുണ്ട് ഞാൻ. എന്താണെന്ന് വെച്ചാൽ മുഴുവൻ മുട്ടയാണോ വെച്ചിരിക്കുന്നത്, ഒന്ന് കുക്കായി കിട്ടുന്നത് വരെ ഒന്ന് പ്രസ് ചെയ്ത് പിടിക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ അടുത്ത ബണ്ണും കൂടി വെച്ച് കൊടുക്കുകയാണ്. ഇതുപോലെ വെച്ചിട്ട് നമ്മൾ അടി കൂട്ടി പിടിക്കുക. ഒന്ന് ജസ്റ്റ് പ്ലേറ്റ് തന്നെ ചുറ്റിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ പ്ലേറ്റിലേക്ക് നമ്മുടെ മസാലയൊക്കെ വരും. അതുകൊണ്ട് പ്ലേറ്റ് ചുറ്റിച്ചെടുക്കണ്ട. ഇനി ഇതും ഒന്ന് പ്രസ് ചെയ്ത് പിടിക്കുക. ബാക്കിയുള്ള മുട്ട കളയണ്ട. ബാക്കിയുള്ള മുട്ടയിലേക്ക് നമ്മുടെ മസാല ബാക്കിയുണ്ടെങ്കിൽ ഇട്ടിട്ട് ഓംലെറ്റ് ആക്കി എടുക്കാം കേട്ടോ. ഇതിനി ലോ ഫ്ലെയിമിൽ ഒന്ന് ഒരു 3 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബണ്ണിൻ്റെ ഉള്ളിലേക്ക് ആവി കയറി വരണം. അതിന് വേണ്ടിയിട്ടാണ് ഒരു 3 മിനിറ്റ് ലോ ഫ്ലെയിം ആയിരിക്കണം. ചെറിയ ബർണർ ആയിരിക്കണം, വലിയ ബർണറിൽ കുക്ക് ചെയ്യരുത്. നമ്മുടെ ബണ്ണിൻ്റെ അടിഭാഗം മുഴുവൻ കുക്കായി കിട്ടുകയും വേണം. അപ്പോൾ നമ്മുടെ ബണ്ണൊക്കെ ഇതാ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത സൈഡ് എങ്ങനെയുണ്ടെന്നൊന്ന് കാണാം. ഇത് കണ്ടോ, കറക്റ്റായിട്ട് ഒട്ടി നിൽക്കുന്നുണ്ട്. ഒട്ടും തന്നെ വിടർന്ന് നിൽക്കുന്നില്ല. അപ്പോൾ നിങ്ങളെ ഞാൻ അടിഭാഗം ഒന്ന് കാണിച്ചു തന്നാണ്. ഇനി ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റട്ടെ. ഇത് ഫ്ലെയിം ഓഫ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ആയിട്ട് പ്ലേറ്റിലേക്ക് മാറ്റാം കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ടെങ്കിൽ ബണ്ണ് എണ്ണ വലിക്കും. അപ്പോൾ ഒരെണ്ണം മാറ്റി കഴിഞ്ഞ് അടുത്തത് മാറ്റിയതിന് ശേഷം മാത്രം ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഞാൻ എന്താ ഇതുപോലൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ കൊണ്ടുവച്ച് പ്രസൻറ്റ് ചെയ്യുമ്പോൾ എല്ലാവരും വിചാരിക്കും വെറുതെ ഒരു ബൺ മാത്രം എടുത്ത് വെച്ച് തന്നിരിക്കുകയാണെന്നുള്ളത്. പക്ഷേ ഇത് കഴിച്ചു തുടങ്ങുമ്പോഴേ ഇതിൻ്റെ ഉള്ളിലുള്ള ഫില്ലിങ്ങിനെ കുറിച്ച് അറിയുള്ളൂ. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കൂ. നമുക്ക് എന്തായാലും ഇതുപോലെയുള്ള റെസിപ്പികളുമായിട്ട് ഇടയ്ക്കിടയ്ക്ക് കാണാം. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ തന്നെയുള്ള ബൺ കിട്ടുകയാണെങ്കിൽ കൂടുതൽ നന്നായിരിക്കും കേട്ടോ. പിന്നെ ഞാനൊരു കാര്യം പറയാൻ വന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണ്. നമ്മുടെ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നുപോയില്ലല്ലോ. നമുക്ക് നമ്മുടെ അടുത്തൊരു ഇതുപോലെയുള്ള സിമ്പിൾ റെസിപ്പിയോ അല്ലെങ്കിൽ ഒരു കറിയോ ആയിട്ട് വീണ്ടും കാണാം.